ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പൽപ്പൂ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ പൊങ്കലാഘോഷങ്ങൾക്കൊക്കെ ശേഷം എല്ലാവരും കൂടെ പിരിയാൻ നിൽക്കുന്ന സമയത്ത് ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് അച്ചാമ്മ. ഈ ഒരു സമയത്ത് നമ്മുടെ വർഷ പറയുകയാണ് നമുക്ക് ട്രൂത്ത് ഓർ ഡയർ കളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് പറഞ്ഞെടുക്കുകയാണ് ട്രൂത്ത് ഓർ ഡയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ട്രൂത്ത് എന്നാണ് അവൾ മറുപടി പറയുന്നതെങ്കിൽ സത്യം പറയണം, അതല്ല ഡയർ എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അവൾ ചെയ്യണമെന്നൊക്കെ ശ്രീകാന്ത് വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് സച്ചി പറയുകയാണ് പിന്നെ ഇത് കുട്ടികൾ കളിക്കുന്ന ഗെയിം അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്കെന്താ 60 വയസ്സ് കഴിഞ്ഞോ എന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം എന്തായാലും വർഷമോളുടെ ആഗ്രഹമല്ല, അത് തന്നെ കളിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഗെയിമിന് തയ്യാറെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ആദ്യം തന്നെ വർഷ ശ്രീകാന്തിനോടാണ് ചോദിക്കുന്നത്, ശ്രീകാന്ത് ട്രൂത്ത് ഓർ ഡയർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ട്രൂത്ത് എന്ന് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് വർഷ ചോദിക്കും നിന്റെ ആദ്യത്തെ പ്രണയം, എന്നെക്കാളും മുന്നേ ആദ്യം ഉണ്ടായ പ്രണയം ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യമൊന്നും ശ്രീകാന്ത് തുറന്ന് പറയുന്നില്ല. ഈ സമയത്ത് വർഷ പറയും എന്തായാലും ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, നീ തുറന്ന് സംസാരിച്ചോളാൻ പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് തനിക്കൊരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു എന്ന് ശ്രീകാന്ത് തുറന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അച്ചാമ്മ ക്രഷോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് അച്ചാമ്മയെ ചില പെൺകുട്ടികൾ കാണുമ്പോൾ നമുക്കൊരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ടാവില്ല, അതിന് പറയുന്നതാണ് ക്രഷ് എന്ന് നമ്മുടെ വർഷ അച്ചമ്മയോടായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ശ്രീകാന്ത് ശ്രുതിയോട് ചോദിക്കും ട്രൂത്ത് ഓർ ഡയർ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡയർ എന്ന് നമ്മുടെ ശ്രുതി മറുപടി പറയുകയാണ്. ഈ സമയത്ത് സച്ചി പറയും അവനതാ പറയുള്ളൂ, കാരണം വേറൊന്നുമില്ല, അവൻ ഒരിക്കലും സത്യം പറയുകയില്ല എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്ത് പറയും എന്നാൽ 10 പുഷപ്പ് എടുക്കാൻ പറയാണ്ട് നമ്മുടെ ശ്രുതി പുഷപ്പ് എടുക്കുന്ന സമയത്ത് ഒരു 5 ആവുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ക്ഷീണിക്കുകയാണ്. വേഗം തന്നെ കളിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യട്ടോ. പിന്നീട് ഉഴമ്പതിന് നമ്മുടെ സുധീരിയാണ്. സുധി വേഗം തന്നെ സച്ചിയും രേവതിയും നോക്കുന്നുണ്ട്. എന്നിരുന്നാലും ചോദ്യം ചോദിക്കുന്ന വർഷയോടാണ് കേട്ടോ. ട്രൂത്ത് ഓർ ഡയർ എന്ന് ചോദിക്കുന്ന സമയത്ത് ട്രൂത്ത് പറയുകയാണ്. ഈ സമയത്ത് സുധി ചോദിക്കുന്നുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം നീ ആദ്യം പറഞ്ഞ കള്ള എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട്, നിങ്ങളിൽ നിന്ന് എല്ലാവരും മറച്ചു വെച്ചൊരു സത്യം എനിക്കുണ്ട്, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ പറയുകയാണ്. ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നൈറ്റ് ഒരുക്കിയിരുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വേഗം തന്നെ ശ്രീകാന്ത് വർഷയുടെ വാ ഒത്തിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ രവി പറയുന്നുണ്ട് മോള് സത്യമൊന്നും പറയണം, മോൾ ഒരു മൂലയിൽ നിന്ന് ഗെയിം കളിച്ചാൽ മതി എന്നിങ്ങനെ തമാശ രൂപേണ പറയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് ശ്രുതിയോടാണ് ചോദിക്കുന്നത്. ശ്രുതിയെടുത്തി ട്രൂത്ത് ഓർ ഡയർ എന്ന് ചോദിക്കുന്ന സമയത്ത് ട്രൂത്ത് എന്ന് നമ്മുടെ ശ്രുതി മറുപടി പറയുകയാണ്. വേഗം തന്നെ ശ്രീകാന്ത് ചോദിക്കും ശ്രുതിയെടുത്ത് ഏറ്റവും അവസാനമായി പറഞ്ഞ കള്ളം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പരുങ്ങാണ്. വേഗം തന്നെ സച്ചി പറയുന്നുണ്ട് കൃത്യമായി ചോദ്യം തന്നെയാണ് മോനെ ശ്രീകാന്ത് ചോദിക്കുന്നത്, കോട്ട് കൈ എന്ന് പറയാൻ. എന്നാൽ ശ്രുതിയാകട്ടെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, കള്ളം പറയേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ കള്ളം പറയണം, ഒരു പക്ഷേ അത് സത്യം ആ ഒരു സമയത്ത് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടാവുമെന്നാണെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി വളച്ചു കിട്ടി സംസാരിക്കുമ്പോഴത്തേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്നോട് ഏറ്റവും അവസാനം പറഞ്ഞ കള്ളത്തെക്കുറിച്ചാണ് ചോദിച്ചത്, അതിന് ഇത്രയധികം വളച്ചു കെട്ടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അവൾ കുറച്ചധികം പഠിച്ചതല്ലേ അമ്മ, അപ്പം അതിൻ്റെ രീതിക്കൊക്കെ അവൾ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പക്ഷേ രേവതി ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ശരത്തിന് നല്ലൊരു ജോലി കിട്ടണം, രേണുവിന് നല്ലൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റണം, അത് മാത്രമല്ല നമ്മുടെ വീട്ടിലെ എല്ലാവരും ആഗ്രഹങ്ങൾ നടക്കണം എന്നൊക്കെ നമ്മുടെ രേവതി പറയുമ്പോഴത്തേക്കും നിനക്കായിട്ടൊരു ആഗ്രഹങ്ങളും ഇല്ലേ മോളെ എന്ന് രവി ചോദിക്കുന്നുണ്ട്. ചിന്തിച്ചതിന് ശേഷം രേവതി തനിക്കായിട്ടൊരു ആഗ്രഹം ഇല്ല എന്ന് പറയുകയും ചെയ്യട്ടോ. വേഗം തന്നെ രവി സച്ചിയോട്ടെ സച്ചി നീ എന്താ മിണ്ടായിരിക്കണം, നീ പറയുമെന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും നാളും ഞാൻ മനസ്സിലടക്കി വെച്ചിരുന്നു സത്യം പറയാമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെ കേട്ടിരിക്കുകയാണ്. വീണ്ടും സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ ഓർക്കുന്നുണ്ടോ ഇതുപോലൊരു പൊങ്കലിൻ്റെ അന്നാണ് അമ്മയും അച്ഛനും എന്നെ ഇവിടെ കൊണ്ടാക്കിയത്, പക്ഷെ എന്തിനാണെന്ന് അന്നും എനിക്കറിയില്ല ഇന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവിയും ചന്ദ്രനും പരസ്പരം നോക്കുവാണ്. വീണ്ടും സച്ചി പറയുന്നുണ്ട് അമ്മ ഇവിടെ എന്നെ ആക്കി കൊണ്ടുപോയതിനു ശേഷം ഞാൻ ഒരുപാട് നാളുകൾ അമ്മയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചന്ദ്രയുടെ മുഖഭാവം മാറുകയാണ്. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ളത് എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് കണ്ടോ ഇപ്പം തന്നെ അമ്മയെ കുറ്റപ്പെടുത്തിയാൽ സംസാരിക്കുമെന്നൊക്കെ പറയാണ് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നത് ഭയങ്കര ഇമോഷണലായിട്ടൊരു ഭാഗമാണ്. സച്ചി പറയുകയാണ് അമ്മ എന്നെ എന്നും സ്കൂളിൽ കൊണ്ടുപോയാക്കുമായിരുന്നു, ഞാനൊന്ന് വീണ് കഴിഞ്ഞാൽ ഓടി വന്ന് എൻ്റെ കൈകളിൽ കോരിയെടുക്കും, സ്കൂളിൽ ചെന്ന് എന്നോട് ആരെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവന് വന്ന് വഴക്ക് പറയുമായിരുന്നു എൻ്റെ അമ്മ, അതുമാത്രമല്ല വൈകിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് പഠിക്കുന്നു പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്ന് പഠിപ്പിക്കുമായിരുന്നു, പിന്നീട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് എന്നെ വന്ന് ഊട്ടിത്തരുമായിരുന്നു, അതുമാത്രമല്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്നെ മടിയിലിരുത്തി താരാട്ടുപാട്ട് പാടിത്തരുമായിരുന്നു, അതെല്ലാമായിരുന്നു എൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ കണ്ണ് അറിയാതെയാണെന്ന് അറിഞ്ഞു പോവുകയാണെ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ചന്ദ്രയുടെ എന്നല്ല കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അതിനുശേഷം സച്ചി വീണ്ടും പറയുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവത്തിന് സ്ഥാനമാണ്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ എന്നെ ഇത്രയധികം വറുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, പലരും ചെയ്ത തെറ്റുകൾക്ക് പഴി വാങ്ങേണ്ടി വന്നവൻ ഞാനാണ്, ആ ഒരു കാരണമാണ് എന്നെ അമ്മയിൽ നിന്ന് അകറ്റിയത് എന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞുകൊണ്ട് സുധിയെ നോക്കുകയാണ്. സുധിയാണെങ്കിലോ സച്ചിയുടെ പെരുമാറ്റം കണ്ടുകൊണ്ട് ഒന്ന് പതറി നിൽക്കുകയാണ് കേട്ടോ. വീണ്ടും സച്ചി പറയുകയാണ് എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണം, എല്ലാം എനിക്ക് തുറന്നു പറയാൻ
പറയണം ഒരിക്കൽ എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും വേഗം തന്നെ രവി നെഞ്ചത്ത് കൈ വെച്ചിട്ട് ചുമക്കുകയാണ് കേട്ടോ. വേഗം തന്നെ സച്ചി രവിയെ നോക്കിയിട്ട് ആ ഒരു സബ്ജക്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ എഴുന്നേറ്റ് പോവുകയാണ്. രേവതി പുറകെ സച്ചിയേട്ടാന്ന് വിളിച്ച് ചെല്ലുന്നുണ്ടെങ്കിലും സച്ചി അവിടെ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ രവിയുടെ സച്ചിയുടെ പെരുമാറ്റത്തിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. സച്ചിയെയും ചന്തയെയും തമ്മിൽ അകറ്റിയിരിക്കുന്നതിന് മെയിനായിട്ട് പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ സുധിയാണെന്നുള്ള കാര്യം. കാരണം സച്ചി പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ രവി സുധിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, സച്ചി എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പൊങ്കൽ ആഘോഷിക്കാൻ വന്ന സന്തോഷത്തോടുകൂടി ആരും തന്നെ തിരികെ പോവുകയില്ല, അത് പലരുടെയും ജീവിതം തകർക്കുമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് സിറകടിക്ക് മാസയിൽ നിന്നാണ്. ആ ഒരു ഭാഗത്ത് സച്ചിയുടെ റോൾ ചെയ്യുന്ന മുത്തു ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. അത്രമാത്രം ഇമോഷണൽ ആയിട്ടാണ് അതിനകത്ത് മുത്തു അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ സച്ചി തകർക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.